ഇപ്പോഴിതാ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ്. അവിടെ പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാറും ചേരുന്നു. രാജ്കുമാർ, എന്താണ് മന്ത്രി വോട്ട് ചെയ്തോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രത്യേകിച്ച് വലിയല്ല, അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കുടുംബസമേതമാണ് പോകുന്നത്. മക്കൾ എത്തിച്ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് പത്തനാപുരത്ത് മൗണ്ട് ടാബോറിൻ്റെ അവിടെയാണ്, ആ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യുക. പല ബൂത്തുകളിൽ കയറി ഈ ബൂത്തുകളിലെല്ലാം വിസിറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോഴത്തെ ഒരു കേരളത്തിൽ ഇപ്പോൾ അല്പം മുമ്പ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കേരളത്തിന് അനുകൂലമായി, ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നു. അത് പല സ്ഥലത്തും പ്രകടനം. അല്പം മുമ്പ് കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും പറഞ്ഞു, ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്ന് അദ്ദേഹവും ആ പ്രതീക്ഷ പങ്കുവച്ചു. ഇപ്പോൾ പത്തനാപുരത്തിൻ്റെ MLA അദ്ദേഹം ഒന്നും വേണ്ട, ആ കല്ലടയാറിന് കുറുകെ 8, 9 അല്ലെങ്കിൽ 10 പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് 2 തുരുത്തുകളായി മാറി നിന്ന ആ സമൂഹത്തെ മുഴുവനും ഒന്നിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയൊരു വികസനം ഇടതുമുന്നണിക്ക് പറയാനില്ല, മറ്റൊരാൾക്ക് അവകാശപ്പെടാനുമില്ല. എങ്ങനെയുണ്ട് ഒരു ചാൻസ്? ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിയും. പത്തനാപുരത്തും അതുപോലെ കേരളത്തിലും LDFന് വലിയ മുൻതൂക്കമുണ്ടാവും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ജനങ്ങൾ കേരളം എങ്ങനെ നന്നാകണം എന്നതിനെക്കുറിച്ചാണ്. പൊളിറ്റിക്കലി വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ പല ഇലക്ഷനിലും പല പാറ്റേണിലാണ് വോട്ട് ചെയ്യുന്നത്. ഈ അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ്. അതിൽ ഏറ്റവും സുതാര്യതയോടെ, അഴിമതിയില്ലാതെ, കെടുകാര്യസ്ഥതയില്ലാതെ, വെരി എഫിഷ്യൻ്റായിട്ട്, വളരെ എഫിഷ്യൻ്റായിട്ട് ഭരിക്കുന്ന സർക്കാർ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാരാണ് എന്നറിയാം. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് ആളുകൾ കാണുന്നത്. ഒരു പ്രശ്നം വന്ന, വയനാട്ടിൽ പ്രശ്നം വന്നു, വെള്ളപ്പൊക്കം വന്നു, നിപ വന്നു, ഇതെല്ലാം വന്നപ്പോൾ അതിനെ ജനങ്ങളോടൊപ്പം നിന്ന് നേരിടാൻ ജനങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകാതെ, അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊന്നും ഒരു അല്ലലില്ലാതെ, ഒന്നും അറിയണ്ട, ഒരു ടെൻഷനും വേണ്ട. അതായത് ആദ്യത്തെ 5 വർഷം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആ പ്രാഗൽഭ്യം ഇടത് സർക്കാർ തെളിയിച്ചു അല്ലേ? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശക്തമായ അതിഭീകരമായ പ്രളയവും കോവിഡൊക്കെ വന്നപ്പോൾ ആ ദുരന്തങ്ങളെ മുഴുവനും അതിജീവനത്തിന്റെ ഒരു മോഡലായി അവർ കാണിച്ചു. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ, ആദ്യത്തെ 5 വർഷം അങ്ങനെ അങ്ങോട്ട് വികസനങ്ങൾ പറ്റിയില്ല, കാര്യം ഇതുപോലുള്ള പ്രതിസന്ധികൾ മുന്നിൽ നിന്നതുകൊണ്ട്. പക്ഷേ കിട്ടിയ അടുത്ത 5 വർഷം അതിന് ഇരട്ടിയായി മുഴുവനും മടക്കി കൊടുത്തു അല്ലേ? ഇതെന്തല്ലേ ജനങ്ങളെ കാണുന്നൊരു വിഷയം, വികസനവും കരുതലും രണ്ടും വേണം. വികസനം മാത്രം പോരാ. വികസനം, പാലങ്ങളും റോഡുകളും ഒക്കെ പണിഞ്ഞുള്ള വികസനം, അവരെ കരുതുന്നു. ജനങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അവരെ കൂടെ നിർത്തും, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരെ ഏത് ആപത്തിൽ നിന്ന് രക്ഷിക്കും. അതാണ് ഒരു ജനാധിപത്യത്തിൽ ഒരു ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, ഇപ്പം ജനങ്ങൾ നേരിടുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ വികസനം വേണം, സ്കൂൾ വേണം, പാലം വേണം, റോഡ് വേണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഒരു ഇഷ്യൂ വന്നാൽ ആരാണ് മതേതരത്വം നിലനിർത്തുന്ന ഒരു ഇഷ്യൂ വരുന്നത്? മതേതരത്വം തകരുന്ന ഒരു ഇഷ്യൂ വന്നാൽ അതിൻ്റെ മുന്നിൽ നിന്ന് നേരിടുന്നവൻ ആരാണ്? ഇപ്പോൾ ഒരു ചർച്ച് ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെമ്പിൾ ആക്രമിക്കപ്പെടുന്നു, അങ്ങനെ വരുമ്പോൾ ഇതിനെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ള ഒരു ഭരണാധികാരി. അതുപോലെ വലിയ കൊടുങ്കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വരുന്ന സമയത്ത് ജനങ്ങളാകെ വിഷമിക്കുകയാണ്. അവരാകെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോൾ നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന കരുതൽ, അതാണ് പിണറായി സർക്കാരിൻ്റെ, ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും മുന്നോട്ട് വെച്ചത്. വയനാട്ടിലെ സംഭവങ്ങൾ രണ്ടാം പിണറായി സർക്കാരിലാണ് അതെല്ലാം മുന്നോട്ട് വെച്ചതും. പിന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അടച്ചുപൂട്ടുകയായിരുന്നു, സ്കൂളുകൾ എല്ലാം അടച്ചുപൂട്ടുകയായിരുന്നു. നഷ്ടം എന്ന ഒരു വാക്ക്, ആ നഷ്ടം എന്നുള്ളൊരു വാക്കിൽ നിന്ന് കരകയറ്റി നല്ലൊരു അഡ്മിനിസ്ട്രേഷനോടി സ്കൂളുകളെല്ലാം നവീകരിച്ചു, വിദ്യാർത്ഥികളുടെ എണ്ണം സ്കൂളിൽ വർദ്ധിച്ചു, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായി, നല്ല എഡ്യൂക്കേഷൻ സൗകര്യങ്ങളുണ്ടായി, ഹോസ്പിറ്റലുകൾ നവീകരിക്കപ്പെട്ടു. അങ്ങനെ അത് വികസനമല്ല, അത് സാമൂഹ്യക്ഷേമമാണ്. അത് ഒരു ഹോസ്പിറ്റൽ നന്നായി എന്ന് പറയുന്നതും ഒരു സ്കൂൾ നന്നായി എന്ന് പറയുന്നതും സാമൂഹ്യക്ഷേമമാണ്. അതിന് വികസനം എന്ന വാക്കുകൊണ്ട് ഒതുക്കരുത്. അതിനൊരു വൈഡായിട്ടുള്ള, കാരണം പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ അത് സാമൂഹ്യമായി ഉണ്ടാകുന്ന ഉന്നതി. പിന്നെ 1500ഓളം കുട്ടികളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ 25 ലക്ഷം രൂപ വരെ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് ലോകത്തെ ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വിട്ടിട്ടുണ്ട്. അതൊരു സാമൂഹ്യക്ഷേമമാണ്. കാരണം വെച്ചാൽ അവഗണിക്കപ്പെട്ടിരുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ, 1500ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ വിദേശ രാജ്യങ്ങളിലെത്തി, നാളെ നാസയിലും മറ്റും വലിയ വലിയ കമ്പനികളിലും അത് ലീഡ് ചെയ്യുന്നത് മലയാളികളായ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായിരിക്കും. അതാണ് സാമൂഹ്യക്ഷേമം, അതാണ് ചലഞ്ച്, അതാണ് ഒരു ഗവൺമെൻറ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വികസനം മാത്രമല്ല,
ഞാൻ വികസനത്തെ 2ാം സ്ഥാനത്തേക്കാണ്. കേരളത്തിലെ മൊത്തം വികസനത്തെ ഞാൻ 2ാം സ്ഥാനത്ത്. പക്ഷേ ഗവൺമെൻറ്റിന് പത്തനാപുരത്തെ കാര്യം ചോദിച്ചാൽ വികസനം എടുത്തു പറയും ഞാൻ. കാരണം വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്ത് വല്ലാത്ത ഡെവലപ്മെൻറ്റ് വന്നു. അത് ആശുപത്രി ആയാലും ശരി, 100 കോടി രൂപയോളം ചിലവ് വരുന്ന ആശുപത്രി, ഇതെല്ലാം ഡെവലപ്മെൻറ്റാണ്. അതിൻ്റെയൊക്കെ ഈ റിസൾട്ട് എന്താണ്? 56 സ്കൂൾ പണിതു എന്ന് പറയുമ്പോൾ അവിടെ 56 സ്കൂളിലും സാധാരണക്കാരൻ മക്കൾ പഠിക്കുന്ന, പണക്കാരെന്നോ പാവപ്പെട്ടവെന്നോ ജാതി വ്യത്യാസമില്ലാത്ത ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സോഷ്യലിസമാണ്, ഏറ്റവും വലിയ മതേതരത്വമാണ്. പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വിവിധ സമുദായത്തിൽപ്പെട്ടവരുടെയും കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണ്. ഒരു ആശുപത്രി എന്ന് പറയുന്ന മതേതരത്വമാണ്. എല്ലാവരും പോകുന്ന ഇന്ന് പണക്കാരനും പാവപ്പെട്ടവനും കേരളത്തിലെ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുകയാണ്. അല്ല, പണമുള്ളവർ വലിയ ആശുപത്രി പോവുകയും പണമില്ലാത്തവർ വേറെ സ്ഥലത്ത് പോവുകയും ചെയ്യുന്ന അങ്ങനെയല്ല. ധർമാശുപത്രി അല്ല. ഇപ്പം പണ്ട് ധർമാശുപത്രി എന്നാണ് പറയുന്നത്, ഗവൺമെൻറ് ആശുപത്രി. ഇപ്പം ധർമാശുപത്രി അല്ല. കാരണം ഏറ്റവും സമ്പന്നരായ ആളുകൾ പോലും ഒരു അത്യാവശ്യം വന്നാൽ അവർക്ക് ദൂരെ എങ്ങും പോകണ്ട, തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രി പോയാൽ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല മരുന്നുണ്ട്, ചികിത്സ ഇടാം. ഇത് പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമല്ല, മനുഷ്യന് വേണ്ടിയാണ്, കേരള ജനതയ്ക്ക് വേണ്ടിയാണ് ഈ ആശുപത്രി തുറക്കുന്നത്. നമ്മൾ പറയുമ്പോൾ വികസനം എന്ന് പറയുമ്പം അത് വെറും ഒരു കൺസ്ട്രക്ഷൻ, ഒരു സ്ട്രക്ചർ എന്നതിനപ്പുറത്തേക്ക് ആശുപത്രി പണിതു, സ്കൂൾ പണിതു, അംഗൻവാടി പണിതു, പാലം പണിതു, ഇതൊരു സ്ട്രക്ചറിന് മുകളിലേക്ക് മാറണം. നമ്മളെ ആളുകൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണ്. ഈ പ്രതിപക്ഷവും ചിന്തിക്കുന്ന വികസനം, എന്ത് വികസനം? കെട്ടിടം വെച്ചതാ. ഈ കെട്ടിടത്തിനകത്ത് നടക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കണം. സ്ട്രക്ചറല്ല വിഷയം. പിണറായി സർക്കാരിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറല്ല. സ്ട്രക്ചർ ഉണ്ടാക്കിയത് ഈ പബ്ലിക്കിനെ സഹായിക്കാനുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അല്ല, സ്ട്രക്ചർ അതിൻ്റെ സ്കൂൾ വേണം, സ്കൂൾ നല്ല സ്ട്രക്ചർ, അതിനകത്ത് നല്ല എഡ്യൂക്കേഷനുണ്ട്, ഡിജിറ്റൽ ക്ലാസ് മുറികളുണ്ട്, നല്ല സൗകര്യങ്ങളിലാണ്, നല്ല ടീച്ചേഴ്സുണ്ട്. അതാണ് നമ്മൾ പലപ്പോഴും സിമ്പിളായിട്ട് കേൾക്കുമ്പോൾ LDF സർക്കാരിൻ്റെ വികസനം എന്ന് പറയുന്നത് അതൊരു സ്ട്രക്ചറിൽ ഒതുങ്ങുന്നതല്ല, അതൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഒതുങ്ങുന്നതാണ്. അതാണ് അതിൻ്റെ മറുപടി. പലപ്പോഴും പലരും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ആളുകൾ തന്നെ പറയുന്നത് വലിയ വികസനം ഞങ്ങൾ കൊണ്ടുവന്നു, വികസനം റിസൾട്ട് ഓഫ് ദ ഡെവലപ്മെൻറ്റാണ്, ആ സ്ട്രക്ചറിൻ്റെ റിസൾട്ടാണ്. ഒരു നല്ല ആശുപത്രി പണിതു, ആ ആശുപത്രിക്കകത്ത് കിട്ടുന്ന നല്ല ചികിത്സ, നല്ല സൗകര്യങ്ങൾ, സൗജന്യമായി മരുന്ന് ലഭിക്കുന്നത്, സൗജന്യ റേറ്റിലുള്ള പരിശോധനകൾ. എൻ്റെ മണ്ഡലത്തിൽ തന്നെ 8 പഞ്ചായത്തിലെയും സാമൂഹ്യ ഈ PHSകളിൽ നല്ല ഒന്നാന്തരം ലാബുണ്ട്. അതിൽ കിട്ടാവുന്ന ഏറ്റവും ആധുനിക ഉപകരണങ്ങളുണ്ട്. അപ്പം വളരെ ചിലവേറിയ പരിശോധനകൾ പോലും തുച്ഛമായ തുകയ്ക്ക് ചെയ്തു കൊടുക്കുന്ന സാമൂഹ്യ സേവനം. LDF സർക്കാരിൻ്റെ സാമൂഹ്യ സേവനത്തെയാണ് എടുത്തു കാണിക്കേണ്ടത്. ഡെവലപ്മെൻറ്റ് അതിൻ്റെ പാർട്ട് മാത്രമാണ്. ഇതൊക്കെ പറയുമ്പോഴും LDF ഇതെല്ലാം പറയുന്നു, ഇതെല്ലാം തെളിയിച്ചു കൊടുക്കുന്നു, എല്ലാം ഉണ്ടെന്ന് പറയുന്നത് വസ്തുതയാണ്. പക്ഷെ അതേസമയം KC വേണുഗോപാലാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഈ പറയുന്ന ഈ UDFിൻ്റെ നേതാക്കളെല്ലാം ഒന്നടങ്കം പറയുന്നു, ഈ തെരഞ്ഞെടുപ്പോടുകൂടി LDFിന് അന്ത്യം കുറിക്കും, ഇത് അവസാനത്തെ സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വെറുതെ പറയുന്നത്, ആഗ്രഹം കൊണ്ട് പറയുന്നില്ലേ? ആർക്കും ആഗ്രഹം കൊണ്ട് എന്ത് പറഞ്ഞൂടെ? അത് ആഗ്രഹം കൊണ്ട് പറയുന്നത്, അത് നമ്മളവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെ കൊതി എന്ന് പറയും, മലയാളം നാടൻ ഭാഷയിൽ പറഞ്ഞ കൊതി കൊണ്ട് പറയുന്ന. കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു 5 കൊല്ലം കൂടി പുറത്ത് നിന്നാൽ അവരെ ഗതി എന്താവും? എല്ലാവരും അവരാണല്ലോ ഈ BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനം, ഇന്ത്യയിലാകമാനം. അപ്പോൾ അതിൻ്റേതായ ഒരു കുഴപ്പം അവർക്ക് സംഭവിക്കുന്നുള്ള ഭയമുണ്ട്. അവരെ കൂടെ നിൽക്കുന്നവർ തന്നെ അവരെ കൂടെ കാണത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ മതേതര നിലപാട് പോയി, അവരുടെ ഒരു നിലപാടുകൾക്കൊരു ശക്തിയില്ല. പാർലമെൻറ്റിൽ പോലും ഇവിടുന്ന് ജയിച്ചു പോയ MP കേരളത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല, മതേതരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല, മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല. അതാണ് ഒരു ഗവൺമെൻറ് ഭരിക്കുന്നു, ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ ഭരിക്കുന്നു. ആ ഗവൺമെൻറ്റിനെ പറഞ്ഞു തിരുത്താൻ, അതിനാണല്ലോ പാർലമെൻറ്റ്, അസംബ്ലി. ഈ കഴിഞ്ഞ അസംബ്ലി നമ്മൾ കണ്ടല്ലോ, ലാസ്റ്റ് അസംബ്ലിയിൽ ഒരു ദിവസം പോലും അസംബ്ലിയിൽ വന്നില്ല, ഗവൺമെൻറ്റിനെതിരായിട്ടൊന്നും പറയാനില്ല, ഗവൺമെൻറ്റിനെ ആക്രമിക്കാനില്ല. വളരെ ദയനീയമാണ് സ്ഥിതി. ഈ വെളിയിൽ കിടന്ന് ഉള്ള തള്ളുകളാണ്. വെളിയിൽ കിടന്ന് രാവിലെ 10 മണിക്ക് ഒരാൾ തള്ളും, 11 മണിക്ക് വേറൊരാൾ തള്ളും. 2-3 ആളുകളുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അടുത്ത് കുപ്പായം തച്ചു വെച്ചിരിക്കുന്ന 3-4-5-6-7 പേരുണ്ട്. അവരിങ്ങനെ വെളിയിൽ കിടന്ന് തള്ളയാണ്. അല്ലാതെ അസംബ്ലിക്കകത്ത് വരണം, റെക്കോർഡിൽ പെടും. അസംബ്ലിയിൽ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടും, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വലിയ വരികളാണ്. അതിനവർ തയ്യാറായില്ല. അതിന് പകരം അവർ ബഹളം വെച്ച് പുറത്തു പോയി അത് ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ആ കാര്യം മിണ്ടുന്നില്ല, പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ബഹളം വെച്ചൊരു വിഷയം ഇപ്പോൾ സബ്ജക്റ്റല്ല. ശ്രദ്ധിച്ചില്ലേ? അവിടെ ബഹളം വെച്ച് സംഭിപ്പിക്കാനൊരു വിഷയം, സംഭിപ്പിച്ചൊരു കാരണം പറഞ്ഞ് പുറത്തു പോയവർ ഇപ്പോൾ അകത്ത് മറ്റേ സബ്ജക്റ്റ് മിണ്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും ഒരു കഴമ്പില്ല, പറയുന്നതെല്ലാം കള്ളമാണ്. കോടതി എന്ന് പറയുന്ന ഒരു കള്ളമായി മാറി. UDF എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് ഒരാൾ പുളു പഠിക്കും, 11 മണിക്ക് വേറൊരു പുളു പഠിക്കും. അഴിമതി ആരോപണങ്ങൾ. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, 10 കൊല്ലത്തിനിടയിൽ UDF
അഴിമതി ആരോപണം ഉന്നയിച്ചു. 2 പ്രതിപക്ഷ നേതാക്കളുണ്ടായിരുന്നു. ഇവർ അഴിമതി ആരോപണം ഉന്നയിച്ചു. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാനും അതിൻ്റെ ശരിയായ രേഖകൾ കോടതി മുമ്പ് ഇതെല്ലാം കോടതിയിൽ പോയി, മിക്കവാറും എല്ലാം കോടതിയിൽ പോയി, ശരിയായ രേഖകൾ ഹാജരാക്കാനോ പറഞ്ഞില്ല. രാഷ്ട്രീയത്തിൽ വെറുക്കപ്പെടേണ്ടത് ഈ അഴിമതിയും വർഗീയതയാണ്. അത് രണ്ടും ചെറുക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്.